ആളുകൾ പ്രസംഗിച്ചാൽ മതിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലിരിക്കുകയാണ്. ഇതിപ്പോ ഡബിൾ പ്രൊമോഷൻ കിട്ടി അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ മുരളീകൃഷ്ണൻ സാറാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം കടക്കിൽ ഒരു പ്രോഗ്രാം നിൽക്കുകയാണ്. കഴിവ് എത്തിച്ചേരാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ യോഗത്തിൽ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീമൻ നായക്, അതുപോലെ കലാകാരന്മാരായ നിഖിൽ ബാബു, രാഹുൽ രാജ്, രാധാകൃഷ്ണൻ സാറ്, നമ്മുടെ മങ്ങാട്ടെ അതുല്യനായ കലാകാരൻ ശ്രീമാൻ ശിവജി, സദസ്സിൽ വേദിയിലുമുള്ള മറ്റ് ബഹുമാന്യര്, പ്രിയമുള്ള നാട്ടുകാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ, നമ്മൾ അഷ്ടമുടി കായലിന്റെ തീരത്ത് 8 മുടികളുള്ള അഷ്ടമുടിയുടെ തീരത്ത് വസിക്കുന്നവരാണ്. ഈ അഷ്ടമുടിയുടെ തീരത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക സംഘടനകളും അക്ഷരദീപം പകർന്നു നൽകുന്ന ഗ്രന്ഥശാലകളും ഉള്ളത്. നമ്മളെ ഈ കൊച്ചു അഷ്ടമുടി കായലിന്റെ തീരത്താണ്. അപ്പൊ ഒരു കാലഘട്ടത്തിന്റെ സമത്വസുന്ദരമായ ഒരു ജീവിതത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഇപ്പോ നമുക്കിവിടെ സാമൂഹിക മാധ്യമങ്ങളാണ് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും കരണീയമായ, ഏറ്റവും നമ്മുടെ കൈകളിൽ പോക്കറ്റിലൊക്കെ ഇരിക്കുന്ന, പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു മാധ്യമം. പക്ഷെ ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഓണത്തിന് പൂക്കളമിടിയിലും ഓണക്കളികളും ഒത്തുചേരലും എന്തിന് വൈദ്യുതി പോലും എത്തിച്ചേരാത്ത ഒരു കാലഘട്ടത്തിൽ മതിൽക്കെട്ടുകളില്ലാത്ത വിശാലമായ പറമ്പുകളും വിശാലമായ മുറ്റങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ ആ നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടി ആടിയും പാടിയും തിമിർത്തും ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ ഓണം വരണമെങ്കിൽ, ഈ നാട്ടിൽ ഓണമാണെന്ന് അറിയണമെങ്കിൽ ഇതുപോലെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ, പ്രോഗ്രാമുകൾ നടത്തണം. ഇപ്പൊ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു, വളരെ നടത്താൻ ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവപ്പെടുന്ന സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞു. ഇവിടെ ഈ സന്തോഷ് എന്ന് പറയുന്നത്, ഞാനിപ്പോ ഈ നോട്ടീസിൽ എനിക്ക് കിട്ടിയപ്പോഴാണ് ഈ സന്തോഷം, ഞാൻ പലരോടും ചോദിക്കണം, ഈ സന്തോഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സാംസ്കാരിക പ്രവർത്തകനും, പണ്ട് ഈ പ്രദേശത്ത് സാംസ്കാരിക പ്രവർത്തനമോ കലാപ്രവർത്തനമോ കായിക പ്രവർത്തനമോ നടത്തിയ ഒരു ചെറുപ്പക്കാരന്റെയോ ഒരു മഹത് വ്യക്തിയുടെ പേരായിരിക്കും.